മുഹറം 10 രാവും പകലുമൊക്കെ ഒരുപാട് ദിക്റുകളെ കൊണ്ട് സജീവമാക്കേണ്ട സമയങ്ങളാണ്. അഥവാ മുഹറം 9 നോമ്പുതുറ കഴിഞ്ഞ് ആ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം, അതല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റ് തഹജ്ജുദിന് എണീക്കുന്ന സമയത്തൊക്കെ ചൊല്ലേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ദിക്ർ 70 തവണയും, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് 1000 തവണയും ഓതുക. ഇത് മുഹറം 10 രാവിൽ നമുക്ക് ചെയ്യേണ്ട അമലുകളാണ്. അതുപോലെ തന്നെ മുഹറം 10 നോമ്പെടുത്തുകൊണ്ട് അതിൻ്റെ പകലിൽ, അന്നത്തെ ദിവസം പകലിൽ നമുക്ക് 2-3 ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ദിക്ർ നമുക്കൊക്കെ അറിയുന്ന ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. അത് 70 തവണയും, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അഅല, ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ അല്ലാഹുമ്മർസുഖ്നി കമാലൽ ഹുസ്ന വസആദത്തുൽ ഉഖബ വഖൈറൽ ആഖിറതി വൽ ഊല എന്ന ഈ ദിക്ർ 300 തവണയും, അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അളീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആഥാം ഈ ദിക്ർ 1000 തവണയും. ഇങ്ങനെ ഇതൊക്കെ ഈ രാവിലും പകലിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുഹറം 10 നോമ്പെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാനും ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാനും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും ഇത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളൊക്കെ ചൊല്ലാനും ഇതിൻ്റെ അനുഭൂതികളൊക്കെ ലഭിക്കുന്നവരിൽ പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.